ഇടുക്കിയിൽ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കി. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പന്നിയും പന്നി ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്നത് താൽക്കാലികമായി നിരോധിച്ചു. ചെക്ക് പോസ്റ്റുകളിൽ കേരളവും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കോ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കോ പന്നിയോ പന്നി ഉൽപ്പന്നങ്ങളോ കടത്തിക്കൊണ്ടുവരുന്നത് ഇരു സംസ്ഥാനവും നിരോധിച്ചിട്ടുണ്ട്. ശക്തമായ പരിശോധനകളാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും തമിഴ്നാട് പുറപ്പെടുവിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിന്റെ പരിശോധനകൾ പുരോഗമിക്കുന്നത്. കമ്പംമെട്ട്, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മുഴുവൻ സമയ പരിശോധന നടക്കുന്നത്. ജൂലൈ 15 വരെയാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെയോ പന്നി ഇറച്ചിയോ കൊണ്ടുവരാൻ അനുവദിക്കില്ല. മൃഗസംരക്ഷണ വകുപ്പ് ശക്തമായ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലും പന്നിയെ സംബന്ധിച്ചുള്ള പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ്. 24 മണിക്കൂർ നമുക്കവിടെ ഇപ്പോൾ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിർത്തി കടന്ന് വരുന്ന പന്നികളെയും പന്നി ഉൽപ്പന്നങ്ങൾ, പന്നി മാംസം, പന്നിയുടെ കാഷ്ടം ഇതൊന്നും നമ്മൾ കേരളത്തിനകത്തോട്ടോ കേരളത്തിൽ നിന്ന് പുറത്തോട്ടോ നമ്മളിപ്പോൾ കടത്തിവിടുന്നില്ല. ഇത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആനിമൽ ഡിസീസ് ആക്ട് പ്രകാരമാണ് നമ്മളത് തടഞ്ഞിരിക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ട് കടന്നു വരുന്ന വണ്ടികളുണ്ടെങ്കിൽ അവർ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതേസമയം ജില്ലയിലെ എല്ലാ പന്നി ഫാമുകളിലും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. ഫാമുകൾ അണുവിമുക്തമാക്കാനും നിർദ്ദേശം നൽകി. പന്നികൾ ചത്താലോ രോഗമുണ്ടായാലോ ഉടൻ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.